മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും നല്ല നമസ്കാരം. നമ്മൾ ഈ ചാനല് ആരംഭിച്ച സമയം മുതൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന സംഗതി എന്താണ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അത് ഒരുപാട് പേര്, ഒരു നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സംഭവശാലോ തിരക്ക് മൂലോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടോ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഈ അടുത്ത ദിവസം വളരെ കാര്യഗൗരവമായിട്ട് ബോംബെയിൽ നിന്ന് ഒരു കുടുംബം അവർ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും, ഇത് എന്താണ് ഈ സംഗതി, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അപ്പോൾ ദയവായി അതിനൊരു ഇടം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അതിനെ പുരസ്കരിച്ചാണ് ഇപ്പൊ നമ്മൾ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് നിഘണ്ടുവിലെല്ലാം, ഈ പുരാണ നിഘണ്ടു അതുപോലെയുള്ള നിഘണ്ടുവിലെല്ലാം പറയുന്നത് ബ്രാഹ്മണൻ നീചകർമ്മങ്ങൾ ചെയ്ത് കാലം ചെയ്ത ഒരു പ്രേത രൂപമാണെന്നാണ്. അത് ഒരു വ്യാഖ്യാനം, പക്ഷെ അതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഈ കേരളത്തിൽ ബ്രാഹ്മണ സംബന്ധമല്ലാത്ത ഒരു ഭൂമിയും ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി. കേരളം ഉണ്ടാക്കിയിട്ട് ഈ കേരള മണ്ണ് ആദ്യം ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ക്ഷത്രിയ വൈരിയാണ്, ബ്രാഹ്മണനെ സ്നേഹിക്കുന്നവനുമാണ്. ബ്രാഹ്മണന്മാർക്ക് ഈ ഭൂമി ദാനം ചെയ്തു. പിന്നെ സർപ്പങ്ങളെ ഇറക്കി വിട്ടു, 108 ശിവാലയങ്ങൾ ഉണ്ടാക്കി, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പരശുരാമൻ പല കലാപരിപാടികളിലൂടെ നടത്തിയിട്ടുണ്ട്. അതില് ഈ ചരിത്രം നമ്മൾ ചെകഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കേരള മണ്ണ് മുഴുവൻ ബ്രാഹ്മണ സംബന്ധമാണ്. അപ്പൊ ഈ ബ്രാഹ്മണ സംബന്ധമായ മണ്ണാണ് കേരളം. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഈ ബ്രാഹ്മണ ബന്ധം വരുന്നുണ്ട്. നമ്മള് നിഘണ്ടുവിലും ഡിക്ഷണറിയിലും ഒക്കെ പറഞ്ഞ കാര്യമല്ല ഇവിടത്തെ കാര്യം. ബ്രാഹ്മണ ബന്ധം എങ്ങനെ വരുന്നു, അതെങ്ങനെ ബ്രഹ്മരക്ഷസാകുന്നു എന്നുള്ളതാണ് ഇവിടത്തെ ഇതിവൃത്തം. അപ്പോ ഈ ബ്രഹ്മരക്ഷസിനെ പലപ്പോഴും കാണുന്നതും ജ്യോതിഷികള് കണ്ടെത്തുന്നതും വ്യാഴത്തിന്റെ നീചാവസ്ഥ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ കൂടെ ഗുളിയൻ നിൽക്കുമ്പോൾ അത് നീച ബ്രഹ്മരക്ഷസാണ്. വ്യാഴം 5-ൽ നല്ല സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ബ്രഹ്മരക്ഷസാണ്, 9-ൽ നിൽക്കുമ്പോഴും ബ്രഹ്മരക്ഷസാണ്. അപ്പൊ 2 തരം ബ്രഹ്മരക്ഷസ് ഉണ്ടെന്നാണ് ഇവിടെ സൂചന വരുന്നത്. ഒന്ന് സ്വാത്വികനായ ഒരു ബ്രഹ്മരക്ഷസ്, മറ്റത് നീചനായ, നിഘണ്ടുവിൽ പറയുന്ന നീച കർമ്മങ്ങൾ ചെയ്ത് കാലം ചെയ്ത ആ ബ്രഹ്മരക്ഷസ്. അയാള് കുഴപ്പക്കാരനാണ്. അത് സ്ഥാനത്ത് മറ്റേയാള് അങ്ങനെയല്ല. ഈ കുടുംബക്ഷേത്രത്തിനോ അല്ലെങ്കിൽ വലിയ മനകളോ അതുപോലുള്ള സ്ഥലങ്ങള്, മനകളെല്ലാം ഒരു കാലത്ത് വലിയ പ്രതാപത്തിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ മനകളെല്ലാം കെട്ടുപോകും, അവിടെ അന്യം വന്നു പോകും, കുറ്റിയറ്റു പോകും. സന്തതി പരമ്പരകളോ താവഴികളോ ഇല്ലാതെ മറ്റുള്ളവർക്ക് അവരുടെ മണ്ണ് ഭാഗിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ മല തന്നെ വിൽക്കും. എന്നിട്ട് മന പൊളിച്ചിട്ട് അവിടെ ഒരുപാട് ഫ്ലാറ്റോ സമുച്ചയങ്ങളോ വീടുകളോ ഒക്കെ വരും. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഉള്ള പുരാതന കുടുംബങ്ങൾ ഇതുപോലെ കുറ്റിയേറ്റ് പോവുക, അവര് താവഴികളും മറ്റ് ആളുകളും ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് വിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരും. അങ്ങനത്തെ അവസ്ഥ വരുമ്പോ ഇവരൊന്നും അറിയുന്നില്ല ഇവിടെ ആരുണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു, ഇവിടെ വസിച്ചിരുന്നത് ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ, അതൊന്നും അവിടെ വിഷയമല്ല. അപ്പോ ഇങ്ങനെ ഈ പറയുന്ന ഭൂമി എന്നുവെച്ചാൽ ബ്രാഹ്മണനാൽ കൊണ്ടു നടന്ന് ബ്രാഹ്മണൻ ഉപേക്ഷിച്ച് ബ്രാഹ്മണൻ കാലം ചെയ്ത സമയത്ത് മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിയ ഭൂമി അവർ വാങ്ങി 5 സെന്റും 10 സെന്റ് 20 സെന്റും
ഒരേക്കറോ ഒക്കെ ആയിട്ട് വീടുകൾ വെച്ച് വരുമ്പോൾ പല വീടുകളിലും പല ദുർനിമിത്തങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോഴാണ് ഇവര് ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ ഉത്തമനായ ഒരു ജ്യോതിഷിയാണ് ഇത് നോക്കുന്നതെങ്കിൽ അവര് പറയുന്നു ഇവിടെ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണന്റെ സ്വത്താണ് ഈ കാണുന്നത്. അയാൾ കാലം ചെയ്തു പോയി, പക്ഷെ അയാൾ ബ്രഹ്മരക്ഷസിന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ കിടക്കുന്നു. അതൊന്ന്. രണ്ട്, നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് വരാം. കുടുംബക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട്. കുടുംബക്ഷേത്രങ്ങള് സാധാരണഗതിയിൽ നമ്മുടെ എല്ലാം കാലഘട്ടത്തില് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങള്, അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ വല്ലയിടത്തും ഒക്കെ ആവാഹിച്ചു കൊണ്ടുവന്ന് അവരുടെ പ്രൈവറ്റ് സ്വത്തായിട്ട് ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളെ അല്ല പറയുന്നത്. വളരെ പുരാതന കുടുംബങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ട്. എന്റെ കുടുംബത്തിന് ശങ്കരാടിൽ കുടുംബക്ഷേത്രം ചെറായിലുണ്ട്. ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട്. ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസുണ്ട്. അപ്പൊ ഈ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ കാണുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം, ഈ കുടുംബക്ഷേത്രം, ഈ കുടുംബദൈവം ഒരു കാലത്ത് ബ്രാഹ്മണൻ ദേവാരമൂർത്തിയായി വെച്ച് പൂജിച്ചിരുന്ന ഭഗവതിയാണത്. ആ ഭഗവതി ഫയലെടുക്കണമെങ്കിൽ ഈ ബ്രാഹ്മണൻ പറയണം. ചിലപ്പോ ആ ബ്രഹ്മരക്ഷസിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവില്ല. കാലക്രമത്തിൽ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിലും മറ്റു കാര്യങ്ങളിലെല്ലാം ദുർനിമിത്തങ്ങൾ വരുമ്പോഴാണ് വിവരമുള്ള ജ്യോത്സ്യന്മാര് വന്ന് ഇവിടെ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടായി, മീനൻ രാശിയിൽ പ്രതിഷ്ഠിക്കണം, പാൽപായസമാണ് അതിന് പ്രധാനമായ കാര്യം, ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അത് ഇവിടെ പ്രതിഷ്ഠിക്കുന്നതും പൂജ ആരംഭിക്കുന്നതും. ഈ ബ്രഹ്മരക്ഷസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രഹ്മരക്ഷസ് വെച്ച് ഈ ബ്രാഹ്മണൻ വച്ചുപാസിച്ച ഭഗവതിയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ദൈവങ്ങളൊക്കെ ഉണ്ടാവും. ഗണ്ഡകർണൻ ഉണ്ടാവും, സർപ്പങ്ങളുണ്ടാവും, ശാസ്താവ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ ഇതിനെയെല്ലാം ഈ ബ്രാഹ്മണൻ വെച്ചുപാസിച്ചിരുന്നതാണ്. അപ്പോ ശിവന് നന്ദി എപ്രകാരം, ഇപ്പൊ നമ്മള് ഒരു ശിവക്ഷേത്രത്തിൽ തൊഴുവാൻ ചെല്ലുമ്പോൾ ഓടിച്ചെന്ന് അങ്ങോട്ട് തൊഴുതാൽ ഭഗവാൻ മൈൻഡ് ചെയ്യൂല. നന്ദിയോട് അനുവാദം ചോദിക്കണം. നന്ദി സമ്മതിച്ചാലേ ശിവൻ ഫയലെടുക്കുള്ളൂ. ശിവൻ ഫയലെടുക്കണമെങ്കിൽ നന്ദി സമ്മതിച്ചാൽ മാത്രം പോരാ, പാർവതിയെ പ്രസാദിപ്പിക്കും. ശിവന് എന്ത് വഴിപാട് ഒറ്റയ്ക്ക് കൊടുത്താലും അത് വേസ്റ്റ് ആണ്. കാരണം പാർവതിക്ക് പുറകിൽ വിളക്ക് വെച്ചു. ഇത് ശിവന് മാത്രമുള്ള പ്രത്യേകതയാണ്. പാർവതിക്ക് വഴിപാടില്ലാതെ ശിവൻ വഴിപാട് സ്വീകരിക്കുന്നു എന്നതുപോലെ പല കുടുംബക്ഷേത്രങ്ങളിലും ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. ആളുകൾ ഓടിച്ചെന്ന് ഭഗവതിയെ, അമ്മയെ, ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ ഈ ബ്രഹ്മരക്ഷസ് അവിടെ ഇരിപ്പുണ്ട്. ആ ബ്രഹ്മരക്ഷസിനോട് ഞാൻ ഭഗവതിയെ തൊഴുതോട്ടെ എന്ന അനുവാദം ചോദിക്കാത്തിടത്തോളം കാലം ആ വിളി ഭഗവതി കേൾക്കില്ല. കാരണം ഭഗവതിയുടെ ഉടമസ്ഥനപ്പുറത്തിരിക്കുകയാണ്. അതാണ് ആ ബ്രഹ്മരക്ഷസ്. ആ ബ്രഹ്മരക്ഷസിന്റെ സ്വാത്വിക രൂപമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് കുടുംബക്ഷേത്രങ്ങളിൽ, അതുപോലെ മഹാക്ഷേത്രങ്ങളിലും ഒക്കെ കാണാറുണ്ട്. എന്നുവെച്ചാൽ ഈ ക്ഷേത്രം വലിയ ക്ഷേത്രങ്ങളിലും ഇങ്ങനെയൊക്കെ ചില അപൂർവ മഹാക്ഷേത്രങ്ങൾ പറഞ്ഞ വലിയ മഹാക്ഷേത്രമല്ല, ഒരുവിധം മീഡിയം ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം കാണിച്ച് അവിടെ പ്രതിഷ്ഠയെല്ലാം കണ്ടിട്ടുണ്ട്. പാൽപായസം കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് വീടുകളുടെ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു കഥയുണ്ടായി. കോഴിക്കോട് മലപ്പുറം ജില്ലയില് അതിർത്തിയില് ഒരു ബ്രാഹ്മണ ഗ്രഹം അവർക്ക് നിവൃത്തികേടുകൊണ്ട് വിറ്റു. നിവൃത്തികേടുകൊണ്ട് വിറ്റിട്ട് അത് വാങ്ങിച്ചത് നായർ സമുദായ അംഗങ്ങളാണ്. അവര് കുറെ കാലം അവിടെ ഈ പൂജകളെല്ലാം വിളക്ക് കത്തിക്കും. അവർക്ക് ദേവാര പൂജയൊന്നും അറിയില്ല, മൂലമന്ത്രം അറിയില്ല, ബ്രഹ്മരക്ഷത്തിന്റെ മൂലമന്ത്രോ അല്ലെങ്കിൽ ഇതൊന്നും അവർക്കറിയില്ല. അവര് അറയും മറ്റുള്ള വീടാണ്. അതിനകത്ത് അവര് ബ്രഹ്മരക്ഷസിനെ കണക്കാക്കി ഒരു വിളക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. പിന്നെ മറ്റ് അവരുടെ ആചാരങ്ങളും മറ്റു പൂജകളും അവരുടെ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോ ഏതാണ്ട് വളരെയധികം കാലം ഈ വീട് തളിർത്ത് പൂത്ത് അവിടെ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടായി. പിന്നീട് കാലക്രമത്തിൽ അവരെല്ലാം വിദേശത്തും നാട്ടിൽ ആരും ഇല്ലാതായപ്പോൾ ഈ വീട് ഒരു മറ്റ് ജാതിക്കാരന്, അത് മുസ്ലിമാണ്, അവര് വളരെ കാര്യഗൗരവമായിട്ട് വാങ്ങി അതിന്റെ പഴമ കണ്ടപ്പോൾ അതൊക്കെ മൂടി പിടിപ്പിച്ച്
അവര് വലിയ ബിസിനസ് ആയിരുന്നു. സിനിമാ വ്യവസായം ഉൾപ്പെടെയുള്ള ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ മന പോലത്തെ വീടിന്റെ ഭംഗി കണ്ടിട്ടാണ് അവർ വാങ്ങുന്നത്. പക്ഷെ തോക്കിനുള്ളിലിരിക്കുന്ന തീനെ കുറിച്ച് അവർക്കറിയില്ല. അവരുടെ ആചാരപ്രകാരമാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് വിളക്ക് വയ്ക്കാൻ പറ്റില്ല, ദേവാര പൂജ നടത്താൻ പറ്റില്ല, മറ്റൊന്നും അവിടെ ആരുണ്ടെന്ന് അവരറിഞ്ഞില്ല. അവിടെ വേറെ ഒന്നുമില്ല. ആ വീട് മാത്രമേ അവർ വാങ്ങിച്ചിട്ടുള്ളൂ. പറമ്പെല്ലാം വൃത്തിയാക്കി മതിലും വലിയ ഗേറ്റൊക്കെ വെച്ച് അവര് മുന്നോട്ട് പോകുമ്പോൾ തുടർച്ചയായ ദുർനിമിത്തങ്ങൾ, പടങ്ങൾ പടപടാ പൊട്ടി. അതുപോലെ സാമ്പത്തികമായിട്ട് ഇൻകം ടാക്സ് റെയ്ഡ് കഴിഞ്ഞപ്പോ വേറെ പലതരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ, ഇവര് ആകെ തെണ്ടി കൂത്തുവാള എടുത്തു. ഈ സമയത്താണ് ഇവര് ചെന്ന് ഒരു വളരെ സ്വാത്വികനായ ഒരു ദൈവജ്ഞന്റെ അടുത്ത് ചെന്ന് ഇതിന്റെ കാര്യം, അതിന് ജാതി മതമൊന്നുമില്ലല്ലോ, നമുക്ക് ആപത്ത് വരുമ്പോൾ മുങ്ങിച്ചാവാൻ പോകുന്ന സമയത്ത് വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കും എന്ന് നോക്കുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത്, ഇത് ഒരു പുരാതന മനയായിരുന്നു. മന കൈമാറി നായർ സമുദായ അംഗങ്ങൾക്ക് കിട്ടി. അവർക്ക് നിവൃത്തിയില്ലാതെ വന്ന് അവരെ കുട്ടികളും മറ്റുള്ളവരൊക്കെ നല്ല നിലയിൽ വിദേശത്തും മറ്റും പോയി കഴിഞ്ഞ സമയത്ത് ഇത് നിങ്ങൾ വാങ്ങി. ഇവിടെ നിങ്ങളുടെ അധപ്പതനത്തിന്റെ നെല്ലിപ്പടി കണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഇത്തരം ഒരാൾക്ക് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെ എത്ര ദിവസം ഇരിക്കുന്നുവോ അധപ്പതനം വന്നുകൊണ്ടേയിരിക്കും. ഉടനെ ഇത് ആർക്കെങ്കിലും കൈമാറുക, അല്ലാതെ വേറെ മാർഗം അവിടെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തീയും തിരിയുമില്ല, യാതൊന്നും കിട്ടാതെ വിശന്നു വലഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അവര് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഈ സ്ഥലം മറ്റൊരു നായർ സമുദായമോ അതുപോലെ മറ്റെന്തിൽപ്പെട്ട ഹിന്ദു സമുദായ അംഗങ്ങൾക്ക് വിറ്റ് കൈയൊഴുകയാണ് ചെയ്തത്. വിറ്റ് കൈയൊഴിഞ്ഞ് അവര് ഭാരതപ്പുഴയുടെ തീരത്ത് മറ്റൊരു സ്ഥലം വാങ്ങി അവരവിടെ താമസിച്ചു. അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പൊട്ടിപ്പൊടിച്ച് വീണ്ടും തളിർത്ത് മേപ്പോട്ട് കയറി. ഇതൊരു കഥ. ഇതുപോലെ ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങളുണ്ട്. നാട് നീളെ കുടുംബക്ഷേത്രങ്ങളാണ്. 33 കോടി ദേവീ ദേവന്മാരാണ് ഹിന്ദുക്കൾക്കുള്ളത്. അതിൽ കുടുംബക്ഷേത്രമൊക്കെ പെടും. അപ്പൊ ഈ കുടുംബക്ഷേത്രത്തില് പലരും അവര് ഏതെങ്കിലും ഒരു പ്രധാന മൂർത്തി ഉണ്ടാവും, പിന്നെ ഉപമൂർത്തികൾ ഉണ്ടാവും. അവരെ വെച്ചിങ്ങനെ ആരാധിക്കും. പക്ഷെ ക്ഷേത്രം പുരോഗമിക്കില്ല. ക്ഷേത്രത്തിലെ വഴക്ക്, വക്കാണം, ഭരണത്തിന് വേണ്ടിയുള്ള തമ്മിത്തല്ല്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഷ്ടമംഗലക്കാർ വരുന്നത്. അഷ്ടമംഗലക്കാർ വരുമ്പോഴാണ് ഈ സംഭവം കണ്ടെത്തുന്നത്. ഇവിടെ ഇന്നയാളുടെ സാന്നിധ്യമുണ്ട്, അയാള് വെച്ചുപാസിച്ചിരുന്ന ഭഗവതിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേവനാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനെ പ്രീതിപ്പെടുത്താതെ, അതിന് പ്രത്യേക പ്രതിഷ്ഠ കൊടുത്ത് നിത്യം പാൽപ്പായസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പാൽപ്പായസം കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും ഈ ക്ഷേത്രം നന്നാവില്ല എന്നുള്ള പ്രവചനം വരികയാണ്. അവിടുന്ന് അവരത് ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ആ ക്ഷേത്രം നല്ല നിലയിലേക്ക് വരുന്നു. ഇനി നാലാമത്തെ കാര്യം വിവാഹമാണ്. ഞാൻ ക്ഷേത്രങ്ങളെ പറഞ്ഞു, വീടുകളെ പറഞ്ഞു, മനയെ പറ്റി പറഞ്ഞു, ബ്രഹ്മരക്ഷസിന്റെ സ്വാത്വികനെയും നീചനെയും പറഞ്ഞു. ഇനി വിവാഹ കാര്യമാണ്. പല കാരണവന്മാരും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടക്കാതെ വിഷമിച്ച് ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് അനേകായിരം പൂജകൾ നടത്തും. പോകാവുന്ന അമ്പലങ്ങളിലെല്ലാം പോകും, പൂമൂടും, അതുപോലെ പലതും ചെയ്യും. പല കാര്യങ്ങൾ ചെയ്താലും വിവാഹം മാത്രം നടക്കില്ല. വരും പോകും, ഇങ്ങനെ ഒരു കളി. അവിടെ ആ കലാപരിപാടികൾ നടക്കുന്നു, വിവാഹം നടക്കില്ല. വിവാഹം നടക്കാതെ വരുമ്പോഴാണ് അവര് താമസിക്കുന്നതായ ആ സ്ഥലത്ത്, ആ ഭൂമിയിൽ ഒരു ബ്രാഹ്മണ ചൈതന്യം നിലനിൽക്കുന്നു. മുൻകാലത്ത് ബ്രാഹ്മണന്റെ ഭൂമിയായിരുന്നു. ആ ഭൂമി തലമുറ കൈമാറിയിട്ടാണ് ഇവരുടെ കയ്യിൽ വന്നത്. ഇവരുടേതായ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, അവരുടെ വീട്ടിൽ കാര്യങ്ങളൊന്നുമില്ല, ചെയ്യുന്നില്ല. അപ്പോ അതിനുള്ള പ്രതിവിധി വരും. പത്മമിട്ട് ബ്രഹ്മരക്ഷസിന് ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിലോ
മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പായസം, മാസത്തിലൊരിക്കൽ വിവാഹം നടക്കുന്നവരെ, വിവാഹം നടന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാനുള്ള കൽപ്പന ഇവര് പുറപ്പെടുവിക്കും. ഇത് വിവാഹ തടസ്സത്തിന്റെ കാര്യത്തിലാണ്. അനേക വിവാഹ തടസ്സത്തിന്റെ കാര്യത്തിൽ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് നമ്മൾ നോക്കുമ്പോ വ്യാഴത്തിന്റെ സാന്നിധ്യം നോക്കിയാൽ അറിയാം ആ ബ്രഹ്മരക്ഷസ് എവിടെ നിൽക്കുന്നു, ആ ബ്രഹ്മരക്ഷസ് എങ്ങനെയാണ് നിൽക്കുന്നത്, അയാളാണോ ഒരു വിവാഹത്തിന് തടസ്സം വരുത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോ 3-4 കാര്യങ്ങൾ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. അയാള് നീചകർമ്മങ്ങൾ ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോയ ബ്രഹ്മരക്ഷസിനെ നമുക്ക് വിടാം, അത് വളരെ കുറവുണ്ടാവുള്ളൂ. അല്ലാതെ ബ്രാഹ്മണ സംബന്ധമായ ഭൂമി മുഴുവൻ കേരളത്തിൽ ഇവരുടേതായതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം, മിക്കവാറും പഴയ പുരാതന വീടുകളിലെല്ലാം ഈ സാന്നിധ്യവും അവര് വിളക്ക് കത്തിക്കുകയോ ബ്രാഹ്മണനാണെങ്കിൽ തേവാര പൂജ കൊടുക്കുകയോ അതിനെ തന്റെ ഉപാസനാമൂർത്തിയായി വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇത് ഇല്ലാതെ കലിയുഗത്തിൽ ജനം എങ്ങോട്ടെന്നില്ലാതെ പോകുന്ന സമയത്താണ് ഈ പറയുന്ന പ്രക്രിയ വരുന്നത്. ജോലി തടസ്സം, വിവാഹ തടസ്സം, വിവാഹം നടന്നാൽ അത് ഡൈവോഴ്സായി പോവുക. ഇതുപോലെ ക്ഷേത്രങ്ങളാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ തമ്മിൽ തല്ലി തലകേറി കേസും കുട്ടീശ്വരവും വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. ഇത് ഒരു നിത്യസംഭവമാണ്. പക്ഷെ ഇത് കണ്ടെത്തി പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയല്ല. അത് നമ്മളെ അനുഗ്രഹിക്കാനും നമ്മുടെ ജീവിതം പൂക്കാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതൊരു ചാലക ശക്തിയായി പ്രവർത്തിക്കാനും പോകുന്ന ഒരു സംഗതിയാണ്. അപ്പോ ആ കാര്യം പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കുക. ഇനി നീച ബ്രഹ്മരക്ഷസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നീചകർമ്മങ്ങൾ ചെയ്ത് വളരെ ക്രൂരമായി പെരുമാറി അങ്ങനെ കാലം ചെയ്ത ബ്രഹ്മരക്ഷസുകൾ വളരെയധികം ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനും പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും ശമിക്കും. പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ബ്രഹ്മരക്ഷസ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഭയക്കേണ്ട കാര്യമില്ല. കണ്ടെത്തുക, അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള അവർക്ക് വേണ്ടത് കൊടുക്കുക. പാൽപ്പായസമാണ് പ്രധാനം. ഏറ്റവും ബ്രഹ്മരക്ഷസിനെ സംബന്ധിച്ച് ഏത് സ്ഥലത്തായാലും കാര്യമാത്ര പ്രസക്തമായ പൂജകളല്ല പാൽപ്പായസം ആയിരിക്കും പറയുന്നത്. ആ പാൽപ്പായസം കൊണ്ട് മാത്രം അവര് തൃപ്തിപ്പെടാറുണ്ട്. ഈ ഭൂമി കച്ചവടത്തിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സംഭവം വരുന്നത്. പലരും ഭൂമി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ശ്രമിച്ചിട്ട് വാങ്ങിച്ച ഭൂമി വിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ സംഭവം പൊങ്ങി വരുന്നത്. ഇതാണ് ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരം. ബ്രഹ്മരക്ഷസ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഭയക്കേണ്ട കാര്യമില്ല. അത് കണ്ടെത്തി എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഐശ്വര്യം തരുന്ന ഒരു സംഭവമാണ് അതെന്ന് പറഞ്ഞ് തൽക്കാലം നല്ല നമസ്കാരം പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമസ്കാരം.